ബാലൻ, ബാർബർ ബാലനല്ല, ബാലൻ ദ ബോയ്. ഫ്രം ദ ഡയറക്ടർ ഓഫ് മഞ്ഞുമൽ ബോയ്സ്, ചിദംബരം. ആ ഒരൊറ്റ കാരണം കൊണ്ടൊന്നും അല്ല ഞാൻ ഈ പടം പോയി കണ്ടത്. ഈ സിനിമയുടെ പോസ്റ്റർ കാണുമ്പോൾ ശരിക്കും ഒരു ഫീൽ ഗുഡ് പടം. ആൻഡ് സിനിമയുടെ ടൈറ്റിൽ നോക്കുമ്പോൾ എന്താണ്, ബാലൻ. ഫീൽ ഗുഡ് അല്ലാതെ പിന്നെ ത്രില്ലറാ. എന്നാ ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ത്രില്ലടിപ്പിക്കുന്ന മൊമെന്റ്സ് ഉണ്ട്, ഭയങ്കര ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്, സസ്പെൻസ് ഉണ്ട്, സർപ്രൈസ് ഉണ്ട്, അങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഇതിന്റെ ഹൈപ്പ് ഒരു കേറ്റമാണ്. ഹൈപ്പ് കയറി കയറി എങ്ങോട്ട് ഇത് എക്സ്പെക്ടേഷൻസ് സ്കൈ ഹൈ ആയിരുന്നു. ഒരു സൈഡ് നോക്കുമ്പോൾ പ്രിയദർശൻ പറയുന്നു ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ബെസ്റ്റ് മലയാളം സിനിമയാണ്. ഇന്നലെ ഞാൻ ചുമ്മാ അങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുമ്പോൾ നാഗചൈതന്യ ഒരു വീഡിയോ കോളിൽ വന്നിട്ട് വാട്ട് എ ഫിലിം, വാട്ട് എ ക്രാഫ്റ്റ്, ഗൂസ് ബംസ് ഇപ്പോഴും തോന്നുന്നുണ്ട്, ഫുൾ ഓഫ് സർപ്രൈസസ്, സസ്പെൻസിന്റെ പേമാരി എന്നൊക്കെ പറയുന്നു. ഞാൻ വിചാരിച്ചു തള്ള സർപ്രൈസ്. പിന്നെ നോക്കുമ്പോ എനിക്ക് അറിയാൻ ചോദിക്കുകയാണ്, ഈ നാഗചൈതന്യ KVN പ്രൊഡക്ഷൻസിന്റെ വല്ല പടം സൈൻ ചെയ്തിരുന്നോ? ഇനി അതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഐ എം വെരി 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 ഹാപ്പി. KVN പ്രൊഡക്ഷൻസിന്റെ ഒരു പടം തിയേറ്ററിൽ കാണാൻ പറ്റി. ജനനായകൻ ധ്രുവ നക്ഷത്രം മോഡിലാണ്, ടോക്സിക് അടുത്ത് ധ്രുവ നക്ഷത്രം മോഡിലോട്ട് കയറും. എന്നാൽ ഈ പടമെങ്കിലും കാണാൻ പറ്റിയല്ലോ. സം തിരുപ്പതി ഇനിയിപ്പോ ചത്താലും കുഴപ്പമില്ല. എനിക്ക് ഈ സിനിമ ഭയങ്കര ഓവർ ഹൈപ്ഡ് ആയിട്ടാണ് തോന്നിയത്. ഇത്ര ഹൈപ്പിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പലപ്പോഴും ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഞാൻ എന്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ കിട്ടിയ ഒരു ഗുമ്മോ ത്രില്ലടിപ്പിക്കുന്ന മൊമെന്റ്സോ ഈ നാഗചൈതന്യ പറയുമ്പോൾ പറഞ്ഞ പോലെ സസ്പെൻസിന്റെ പേമാരിയോ അങ്ങനെയൊന്നും എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയില്ല. പലപ്പോഴും ട്രെയിലർ ഒരു സ്കാം ആയിരുന്നോ എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് ഇങ്ങനെ ത്രില്ലടിപ്പിക്കുന്ന മൊമെന്റ്സ് ഉണ്ട്, സസ്പെൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ കാണിച്ചിട്ട് ആൾക്കാരെ തിയേറ്ററിൽ കേട്ടാനുള്ള സ്കാം ആണോ, അങ്ങനെയാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഈ പടം കണ്ടപ്പോൾ. എന്നാൽ ഇത് ഒരിക്കലും ഒരു അപരാധം പിടിച്ച പടമാണ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ദിസ് ഇസ് എ വെരി 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 മിഡ് പടം. അതിനുള്ള മെയിൻ റീസൺ ഇതിന്റെ പെർഫോമൻസ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മിഡ് പറഞ്ഞത്. ഇല്ലെങ്കിൽ എനിക്കിത് ഒരു ബിലോ ആവറേജ് പടമായേനെ. പെർഫോമൻസ് ടു ഗുഡ് ടു ഗുഡ് ടു ഗുഡ്, കീ പെർഫോമൻസ് ആണ്. ഒരുവിധം ആക്ടേഴ്സ് ഒക്കെ എനിക്ക് ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നു, പക്ഷെ അവരുടെ പെർഫോമൻസ് അൺബിലീവബിൾ പെർഫോമൻസ്, അജാതി കിടുവായിരുന്നു. സിനിമ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാച്യൂട്ടറി വാണിംഗ് എഴുതി കാണിക്കുന്നുണ്ട്. അത് വായിക്കുന്ന ഒരു അമ്മൂമ്മയാണ്, അവർ തന്നെ രസമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒരു അമ്മ മകൻ ബോണ്ട്, ഒരു ഫീൽ ഗുഡ് വൈബ്, അതൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊക്കെ രസം ഉണ്ടായിരുന്നു കേട്ടോ, കണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു. അതൊക്കെ ആ അമ്മയായിട്ട് അഭിനയിച്ച ആ ഒരു ആക്ടർ, ഐ ഡോണ്ട് റിയലി നോ ഹർ നെയിം. എനിക്ക് ഒന്നാമത് ഓർമ്മയില്ലാത്തതാണ്, രാം ചരൺ മാനിയെ പോലെയാണ് എനിക്ക് പേരൊന്നും ഓർമ്മ നിൽക്കില്ല. വാട്ട് ആൻ ആക്ടർ, വാട്ട് ആൻ ആക്ടർ, വാട്ട് എ പെർഫോമർ. എജാതി പെർഫോമൻസ്, അടിപൊളിയായിരുന്നു. ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ചെയ്യുന്ന പോലെയാണ് ആ കൊച്ചു പെർഫോം ചെയ്തിരിക്കുന്നത്. കിടു വൻ കിടു. പിന്നെ ഇതിലൊരു അമ്മൂമ്മയുണ്ട്, ഓയ്യോ എജാതി പെർഫോമൻസ്, വെരി നൈസ് വെരി നൈസ്. ഇവരുടെയൊക്കെ പെർഫോമൻസിനെ പറ്റി പറയാൻ വേർഡ്സ് ആറിൻഡ് ഇനഫ്. അത്ര അടിപൊളിയായിരുന്നു. ടുവേർഡ്സ് ഇന്റർവെൽ ആകുമ്പോൾ ഒരു സർവൈവൽ ത്രില്ലർ മോഡിലോട്ട് പോവോന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കും, ഒരു ത്രില്ല് അടിപ്പിക്കുന്ന മൊമെന്റ്സ് കിട്ടുമോ തോന്നിപ്പിക്കും. ഒരിക്കലും കിട്ടില്ല, അത് പറ്റിക്കലാണ്. ഒന്നോ രണ്ടോ സീനിൽ നമുക്ക് ഒരു സർപ്രൈസിങ് സസ്പെൻസ് പോലെ തോന്നും, കുറച്ച് സർപ്രൈസ് ആയിട്ടൊക്കെ തോന്നും. ബാക്കി അങ്ങനെ ഒരു സാധനം ഈ പടത്തിലില്ല. ആൻഡ് ഇന്റർവെൽ ആയ സമയത്ത് ഞാൻ വിചാരിച്ചു ത്രില്ല് അടിപ്പിക്കും, ഇനി പൊളിക്കുന്നു. കാരണം ഒരു ഫാമിലി, അമ്മ മകൻ, ആ ഒരു ഫാമിലിയെ സംരക്ഷിക്കാൻ വേണ്ടി ഏത് എക്സ്ട്രീം വരെ പോണ ഒരു അമ്മയുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് പുതിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഗിരീഷ് ഏടി വരുന്നുണ്ട്. ഗിരീഷ് ഏടി നസ്ലിൻ മോഡിലാണ്, നസ്ലിന്റെ ഒരു സ്ലാങ് ഒക്കെ പിടിച്ചിട്ട് അടിപൊളിയായിരുന്നു. ജീൻ പോൾ ലാൽ കിടുവായിരുന്നു, ഒരു സൈക്കിക് ക്യാരക്ടർ, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് വലിപ്പിക്കലാണ് പിന്നീട് അങ്ങോട്ട്. അതായത് അത്രയും നേരം നമുക്ക് എന്തൊക്കെ ഉണ്ടാവും ഈ പടത്തിൽ എന്ന് തോന്നും, എന്നാൽ പിന്നീട് അങ്ങോട്ട് ടോവിനോനെ കൊണ്ടുവരും. ഇനി ടോവിനോനെ ആണോ നാഗചൈതന്യ സസ്പെൻസ് ഉണ്ട് സർപ്രൈസ് ഉണ്ട് പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. അതൊക്കെ ട്രെയിലറിൽ കാണിച്ച കാര്യമാണ്. പിന്നീട് അങ്ങോട്ട് കഥയുടെ ഗതിയെ മാറിയാം. അത്രയും നേരം നോർത്തിലോട്ട് പോയ സാധനം പിന്നെ സൗത്തിലോട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി. എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ടൊവിനോ ഏത് നേരം കള്ളു കുടിക്കുന്നുണ്ട്, മുഖത്ത് 2 മത്തി പൊരിച്ചത് വെച്ചിട്ടുണ്ട്, അൽഹിലാലിന്റെ ജേഴ്സി ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു വേട്ടാവളിയും ക്യാരക്ടർ. ഇതിൽ വയറൊക്കെ കുമ്പയൊക്കെ ചാടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു വേട്ടാവളിന്റെ ക്യാരക്ടർ. ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് തോന്നിയത് ടോവിനോന്റെ ക്യാരക്ടർ. പിന്നീട് അങ്ങോട്ട് പടവും ഇവര് തമ്മിൽ കാണിച്ച സീൻ തന്നെ കാണിച്ചിട്ട് അമ്മയെ കാണണം മറ്റേ റിപ്പീറ്റേഷൻ ഓഫ് സീൻസ് ആണ്.
അന്ന ഇതിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഉണ്ട്, സുഷിൻ ശ്യാം മ്യൂസിക് കിട്ടുമായിരുന്നു. ശരിക്കും സിനിമയ്ക്ക് എന്താണോ ആവശ്യം അതായിരുന്നു അണ്ണൻ കൊടുത്തിട്ടുള്ളത്. ടെക്നിക്കലി ഓൾസോ ദിസ് മൂവി ഈസ് നൈസ്. വലിയ കഥയും പരിപാടിയൊന്നും എനിക്ക് തോന്നിയില്ല. ഈ അമ്മ മകൻ റിലേഷൻഷിപ്പ് എന്നെ ത്രൂ ഔട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, എന്ന ഇമോഷണൽ കണക്ഷൻ കിട്ടും അതുമില്ല. സാധാരണ ഈ അമ്മ മകൻ ബോണ്ടിങ് കാണിക്കുമ്പോൾ സീരിയൽ നിലവാരമുള്ള സാധനങ്ങളാണെങ്കിൽ എന്നെ കണ്ണു നിറയും. എന്നാൽ ഇത് ടെക്നിക്കലി അത്യാവശ്യം നല്ല പടം. ടെക്നിക്കലി സ്റ്റിൽ കരച്ചിലും പിഴിച്ചിലും ഒന്നും വന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഈ പടം ടൊവിനോ വന്നപ്പോൾ തൊട്ട് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നായി. അങ്ങനെ ഒരു വെറുപ്പിക്കുന്ന രീതിയിൽ പോയിട്ട് ടുവേർഡ്സ് എൻഡ് ഒരു ട്വിസ്റ്റ് പോലെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ദാറ്റ് വാസ് നൈസ്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് അമ്മ മകൻ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ട്, അതും ഒരു ഇമോഷണൽ കണക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ദിസ് ഇസ് ആക്ച്വലി മിഡ് പടം വിത്ത് സം കിഡു മ്യൂസിക് വർക്ക്, കിഡു പെർഫോമൻസ്, ടെക്നിക്കലി ഗുഡ്. പക്ഷെ കഥയും കവിതയൊന്നും എവിടെയും തോന്നിയില്ല, എനിക്ക് തോന്നിയില്ല. സോ ഇത് ഈ സിനിമ ഈസ് എൻ ആർട്ട്. സിനിമ ഒരു ആർട്ടാണ്. ആ സാധനമല്ല ART. അങ്ങനെ ഭയങ്കര സിനിമയുടെ പാഷൻ ഉള്ളവര്, സിനിമ ആർട്ടായിട്ട് കാണുന്നവര്, ആർട്ടിസ്റ്റിക് പടം, അവാർഡ് പടം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സിനിമയ്ക്ക് ഇഷ്ടമുള്ളവരാണ് വെച്ചാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച് ദിസ്. അല്ലാതെ ഇത് കണ്ട് ട്രെയിലർ കണ്ടിട്ട് ശ്വാസം അടക്കി പിടിച്ച് ഇരിക്കേണ്ടി വരും. ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ശ്വാസം അടക്കി പിടിച്ചിരിക്കേണ്ടി വരും. അല്ല ത്രില്ലർ ഒന്നും പ്രതീക്ഷിച്ച് പോകാന്ന് വെച്ചാൽ ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും ആൻഡ് യു വിൽ ബി ഡിസപ്പോയിന്റ്. ഞാൻ എന്തൊക്കെയൊക്കെ പ്രതീക്ഷ വെച്ചു, ആ മെയിൻ റീസൺ അതിലെ നാഗചൈതന്യാണ്, ചങ്ങായിയുടെ വായ്ത്താളം കാരണം. അങ്ങനത്തെ സംഭവം ഒന്നും എനിക്ക് കിട്ടിയില്ല. സോ ഇഫ് യു ആർ ഗോയിങ് ടു വാച്ച് ദിസ് ഫിലിം, ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ. ഇത് മൈ കപ്പ് ഓഫ് ടീ, നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പടമാണ്. ഡെഫിനറ്റ്ലി നോട്ട് മൈ കപ്പ് ഓഫ് ടീ. സ്റ്റിൽ ഇതിന്റെ പെർഫോമൻസ്, ടെക്നിക്കൽ സൈഡ് ആൻഡ് മ്യൂസിക് വർക്ക് ഡിസേർവ്സ് അപ്രീസിയേഷൻ.